All of you, good morning. BA first year IGNOU students BPSC 103 കോഴ്സ് കോഡിൽ 13ാമത്തെ യൂണിറ്റിൽ അണ്ടർസ്റ്റാൻഡിങ് സിവിൽ ഒബീഡിയൻസ് എന്നുള്ള ഒരു ഭാഗമാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഒരു സെഷൻ. അണ്ടർസ്റ്റാൻഡിങ് സിവിൽ ഒബീഡിയൻസ്. ഒബീഡിയൻസ് എന്ന് പറയുമ്പോൾ അനുസരണയാണ്. സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുമ്പോഴോ അനുസരണക്കേടാണ്, അല്ലേ? അപ്പോൾ അത് എന്താണ് എന്നതാണ് നമ്മളുടെ ഈ ഒരു പാർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സിവിൽ ഡിസൊബീഡിയൻസ്, ഇറ്റ് ഈസ് ദ നോൺ വയലൻ്റ് വേ ഓഫ് രജിസ്റ്ററിങ് ഡിസെൻറ്റ് ബൈ ബ്രേക്കിംഗ് എ ലോ ഓൺ മോറൽ ഗ്രൗണ്ട്സ്. മോറൽ ഗ്രൗണ്ട്സ്, ധാർമ്മിക നിലപാട്, നിയമം, സൊസൈറ്റി, മനുഷ്യൻ, ഇവരെ ഒന്ന് കൂട്ടി വായിക്കുക. ഇത് സൊസൈറ്റിയിലുള്ള ജനങ്ങൾ സമൂഹത്തിൻ്റെ സുസ്ഥിരമായ പോക്കിന് അനിവാര്യമായ ചില സാമൂഹ്യ നിയമങ്ങൾ പടുത്തുയർത്തി നൽകിയിട്ടുണ്ട്. ഈ നിയമങ്ങളെ അനുസരിക്കാതിരിക്കുക എന്നുള്ളതാണ് സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നോൺ വയലൻ്റ് വേ ആണ്, അക്രമപരമായ വഴിയല്ല, അക്രമരാഹിത്യ വഴിയാണ്. അപ്പോൾ അത് അവരുടെ ഇഷ്ടക്കേടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഡിസെൻ്റാണ്, ഇഷ്ടക്കേട്, അനുസരിക്കാൻ മനസ്സില്ല. സമൂഹത്തിലെ നിയമങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ എനിക്കതനുസരിക്കാൻ മനസ്സില്ല എന്ന് പറയുന്ന ആ ഒരു ശൈലിയാണ് സിവിൽ ഡിസൊബീഡിയൻസ്. അപ്പോൾ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പടുത്തുയർത്തിയിട്ടുള്ള ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ള നിയമങ്ങളെ നിരാകരിക്കുന്ന ഒരു രീതിയെയാണ് ഡിസൊബീഡിയൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുക. The concept of disobedience, civil disobedience, is particularly important in a democratic society, as it not only touches the moral limits of a majority rule, but also forces us to reflect on the justifications for majority rule. അപ്പോൾ ഭൂരിപക്ഷം ഉള്ള ഒരു പാർട്ടിയുടെ മേധാവിത്വവും ഭരണവും സമൂഹത്തിൽ നിലനിൽക്കെ ആ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ചില സാമൂഹ്യ നിർദ്ദേശങ്ങൾ നിയമങ്ങളായിട്ട് സമൂഹത്തിൻ്റെ താഴെത്തട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ താഴെത്തട്ടിലെ ജനങ്ങളത് അനുസരിക്കുന്നതിൽ പരിമിതികൾ ഉണ്ടാകുന്നു. അപ്പോൾ അനുസരിക്കാനായിട്ട് അവർ പരിമിതികൾ വരുത്തുന്നു. അപ്പോൾ സിവിൽ ഡിസൊബീഡിയൻസ് എന്ന ആ ഒരു പദത്തിൻ്റെ ന്യായീകരണവും ഇത് തന്നെയാണ്, അനുസരണക്കേട് കാണിക്കുന്നു എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ തിയറിസ്റ്റ് in the pre-modern and early modern periods were more concerned with the rights to rebel, but the fundamental question raised by civil obedience in a modern society is how is it possible to have a general respect for the rule of law and yet gain legitimacy to break a specific law? എങ്ങനെ സാധ്യമാവുക? ഇവിടെ നിലവിലുള്ള ഭരണവും നിയമവും ആ നിയമത്തെ ലംഘിക്കുക എന്നത് എങ്ങനെ സാധ്യമാവുക? അപ്പോൾ അതിൻ്റെ ഒരു നിയമവശം ഇതിനെ തകർക്കുക, ഒരു പ്രത്യേക നിയമം ഇവിടെ നിലവിൽ നിൽക്കുന്നതിനെ പൊതുസമൂഹം അതിനെ അംഗീകരിക്കാതെ അതിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അതെങ്ങനെ സാധ്യമാവുക? ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തിലൂടെ നമുക്ക് ക്ലിയർ ആവുന്നത്. സോ യു നോ ദ ടേം സിവിൽ ഡിസൊബീഡിയൻസ്, ഇറ്റ് വാസ് കോയിൻഡ് ബൈ ഹെൻറി ഡേവിഡ് തോറിയോ ഇൻ ഹിസ് എസ്സേ ദ റിലേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ദ സ്റ്റേറ്റ്. That is in 1849. This text reveals his refusal to pay the state poll tax implemented by the American government to prosecute a war in Mexico and to enforce the fugitive slave law. നിരാകരിക്കുന്നു. ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന നിയമമാണ് ജനങ്ങൾ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കണമെന്നത്. അത് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ കേസാണ് അദ്ദേഹം ഇവിടെ പറയുക. അപ്പോൾ ടാക്സ് കൊടുക്കാൻ നിരാകരിക്കുന്നു. ടാക്സ് എന്തിനു വേണ്ടിയിട്ട്? ജനങ്ങളുടെ മേലെ മെക്സിക്കോയിലെ വാർ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പണം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സ് ഇമ്പോസ് ചെയ്തപ്പോൾ അത് കൊടുക്കാൻ നിരാകരിക്കുന്നു. അപ്പോൾ അത് ഡിസൊബീഡിയൻസ് ആണ്. ഹവർ ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ട്രേസ് ഇറ്റ് ബാക്ക് ടു സോക്രട്ടീസ്, റിലീജിയസ് ഫിഗേഴ്സ് ലൈക്ക് ക്രിസ്റ്റ്, ഓർ ഇൻ ദ ഫിലോസഫി ഓഫ് ദ റിലീജിയൻ ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം. അപ്പോൾ എങ്ങനെയൊക്കെ ആയാലും നമുക്കൊരു ഈ ഒരു കൺസെപ്റ്റിൻ്റെ ആശയം എന്തെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി നാം ഇവരിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഏത്? സോക്രട്ടീസ്, അതുപോലെ തന്നെ ക്രൈസ്റ്റ്, അതുപോലെ തന്നെ
ബുദ്ധിസം എന്ന ഒരു ഫിലോസഫി, ജൈനിസം, റിലീജിയൻ ആയിട്ടുള്ളത്. ഇതിലേക്കൊന്നും ആശയപരമായി തിരയേണ്ട കാര്യമില്ല. ഇന്നത്തെ സമകാലീന യുഗത്തിൽ ടോൾസ്റ്റോയി, മാർട്ടിൻ ലൂതർ കിങ്, അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയൊക്കെ പോപ്പുലറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ജനസമ്മതിയും പേരും പ്രശസ്തിയും എല്ലാം തന്നെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അവരുടെ പേരുകളെല്ലാം തന്നെ പ്രസക്തമാണ്. So the justification of civil disobedience at length has also got placed in the writings of John Rawls. ഇതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള റൈറ്റിങ്സ് എല്ലാം പലരും എഴുതിയിട്ടുണ്ട്. അതിൽ പ്രമുഖനാണ് ജോൺ റോൾസ്. സിവിൽ ഡിസൊബീഡിയൻസ് ഫോർ തോറയു ഈസ് നോട്ട് സിംപ്ലി an act of law breaking. അതായത് പൊതുസമൂഹത്തിലെ നിയമത്തെ അനുസരിക്കാതിരിക്കുക, അതിനെ ബ്രേക്ക് ചെയ്യുക എന്നത് മാത്രമല്ല, rather conscience and duty is the central aspect of argument. മറിച്ച് അവരെ ബോധതലത്തിലേക്കും അവരുടെ യഥാർത്ഥ കർത്തവ്യ തലത്തിലേക്കും അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നതുകൂടി ഇതിൻ്റെ പിന്നിലുള്ള ഒരു വാദഗതിയാണ്. സോ ഹിസ് ഫേമസ് എസ്സേ ഓപ്പൺ വിത്ത് ദ മാക്സിം ദാറ്റ് ഗവൺമെൻറ് ഈസ് ബെസ്റ്റ് വിച്ച് ഗവേൺസ് ലീസ്റ്റ്. ഒരു പഴഞ്ചൊല്ലാണ്, ഒരു മാക്സിമാണ്. ആ ഒരു മാക്സിമിൽ പറയുന്ന കാര്യം, ആ ഗവൺമെൻറ് ഏറ്റവും നല്ലത്, പക്ഷേ ഭരണം വളരെ കുറച്ച് മാത്രം. ഇതെന്താണ് അദ്ദേഹം അവിടെ ആർഗ്യൂ ചെയ്യുന്നത് എന്തെന്നാൽ, സ്റ്റേറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ടു എൻഷുവർ ഇൻഡിവിജ്വൽ ഫ്രീഡം ആൻഡ് യൂസിങ് എക്സാമ്പിൾ ഓഫ് ദ മെക്സിക്കൻ വാർ. അപ്പോൾ ഒരു ഗവൺമെൻറ് നിലവിൽ വരിക എന്നത് ഇൻഡിവിജ്വൽ ഫ്രീഡം എൻഷുർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ആകുമ്പോഴേക്കും അതൊരു പ്രധാന റോളാണ് ഗവൺമെൻറ്റിൻ്റെത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹിൻഡർ ചെയ്യുന്നതിന് ഏത് തരത്തിലുള്ള ഒരു നിയമമാണോ ഇവർ കൊണ്ടുവരുന്നത്, സർക്കാർ മുന്നോട്ട് കൊണ്ടുവരുന്നത്, അതിനെ ലംഘിക്കും. അപ്പോൾ അത് മോറൽ ഡ്യൂട്ടിയാണ് ഇൻഡിവിജ്വൽസിൻ്റെ. അപ്പോൾ ഇവരുടെ മേലെ, സമൂഹത്തിൻ്റെ മേലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന ധാർമ്മികമായ അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നിയമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ അത് ലംഘിക്കുകയും അവരെ തിരിച്ച് സമൂഹത്തിന് ഗുണകരമായ രീതിയിലേക്ക് അവരെ പല പ്രക്ഷോഭങ്ങളെല്ലാം നടത്തി അത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും. അങ്ങനെയുള്ള പ്രക്ഷോഭങ്ങൾ ജനങ്ങൾ മുന്നോട്ട് വരും, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിലപാടിനെ റെസിസ്റ്റ് ചെയ്യും. അവർ കൊണ്ടുവരുന്ന അൺജസ്റ്റ് ലോസ് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തീർത്ത് പറയും. അപ്പോൾ ഇങ്ങനെ ഹയർ ലോ, അൺജസ്റ്റ് ലോ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും തന്നെ സമൂഹത്തിന് അഭികാമ്യമല്ല. അതേപോലെ ടോൾസ്റ്റോയി ഫോക്കസ് ചെയ്യുന്ന കേസ് കോൺഷ്യൻസ് എന്നാണ് പറയുക. ഈ ഡിസൊബീഡിയൻസിനെ പറ്റി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അല്ലെ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗമാണ് കോൺഷ്യൻസ്. ഇത് പലതരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ദറ്റ് വേരിയസ്ലി കോൾസ് ലോസ് ഓഫ് ലവ് ഓർ ലോ ഓഫ് നോൺ റെസിസ്റ്റൻസ്. ദെൻ അൺലൈക്ക് ടോറിയോ, ടോൾസ്റ്റോയ്സ് ഓപ്പോസിഷൻ ടു ദ സ്റ്റേറ്റ് ഈസ് നോട്ട് സിംപ്ലി എ മാറ്റർ ഓഫ് ഒപ്പോസിഷൻ ടു പോളിസീസ് ഓർ എലിറ്റിസം ഇൻ പൊളിറ്റിക്സ്. അതായത് ടോൾസ്റ്റോയി ഇങ്ങനെ ഒരു പദപ്രയോഗം ഉപയോഗിക്കുമ്പോൾ സിവിൽ ഡിസൊബീഡിയൻസിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു പദപ്രയോഗം, ഏത്, കോൺഷ്യൻസ്. അപ്പോൾ ആ കോൺഷ്യൻസ് എന്ന പദപ്രയോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ, നോട്ട് സിംപ്ലി മാറ്റർ ഓഫ് ഒപ്പോസിഷൻ ടു പോളിസി, സർക്കാർ കൊണ്ടുവരുന്ന പോളിസിയോട് ആ നയങ്ങളോടൊക്കെയുള്ള എതിർപ്പ് മാത്രമല്ല, മറിച്ച് അവരെ ജനങ്ങളുടെ ഭാഗത്തേക്ക് കൂടി തിരിച്ചുവിടുക എന്ന ഉദ്ദേശവുമുണ്ട്. But more constantly, he rejected the state itself as an institutionalized mechanism of violence. Thus, Tolstoy was an anarchist who saw state as an civil institution. State as an, evil institutions. അപ്പോൾ ടോൾസ്റ്റോയുടെ സംസാരത്തിലൂടെ നമ്മൾക്ക് തോന്നുന്നത് തികച്ചും ടോൾസ്റ്റോയി എന്ന വ്യക്തി ഒരു അനാർക്കിസ്റ്റാണെന്ന് പറയും. അനാർക്കിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇവരുടെ പോളിസിയോടും നയങ്ങളോടും ഒക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാത്തിനെയും പ്രതിഷേധിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈവിൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്റ്റേറ്റ് എന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാട്, വി ഓട്ട് ടു ഒപ്പോസ് ഈവിൾ ബൈ എവരി റിച്ചസ് മീൻസ് ഇൻ അവർ പവർ. നമ്മളുടെ ഏത് ശക്തിയും ഉപയോഗിച്ച് നമുക്ക് ഗുണകരമല്ലാത്ത എന്ത് കാര്യം ഇവിടെ കൊണ്ടുവന്നാലും നമ്മൾ അതിനെയെല്ലാം ശക്തമായി എതിർക്കേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടാണ് ടോൾസ്റ്റോയി പറയുന്നത്. ഈവിളായിട്ടുള്ള എന്തിനേയും നാം എതിർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ടോൾസ്റ്റോയി റെസിസ്റ്റ് ടു ഈവിൾ സ്റ്റേറ്റ് വിത്ത് ദ മെക്കാനിസം ഓഫ് സിവിൽ ഒബീഡിയൻസ്. അതുകൊണ്ട് ഈ ഗവൺമെൻറ് ഇവിടെ രൂപപ്പെടുത്തി കൊണ്ടുവരുന്ന നയങ്ങളാണെങ്കിലും അത് ജനങ്ങൾക്ക് ഗുണകരമല്ല എന്ന് കണ്ടാൽ, അത് ദോഷകരമാണെന്ന് കണ്ടാൽ, അത് ഈ ഒരു ഡിസൊബീഡിയൻസ്, സിവിൽ ഡിസൊബീഡിയൻസ് എന്ന മെക്കാനിസത്തിലൂടെ അതിനെ തടയിടണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് ലോ ഓഫ് ലവ്, വിച്ച് അക്കോർഡിംഗ് ടു ഹിം, ലോ ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന കാഴ്ചപ്പാട് എന്താണ്,
according to him, is inherently capable of bringing desirable changes into the lives of its followers without the need of any external training or orientation. അപ്പോൾ ഈ സിവിൽ ഡിസൊബീഡിയൻസ് എന്തിനു വേണ്ടി പൊതുസമൂഹം ഏറ്റെടുക്കുന്നു? നിയമത്തെ ലംഘിക്കുന്നത് എന്തുകൊണ്ട്? കാരണം സമൂഹത്തിന് ഗുണകരമല്ലാത്ത രീതിയിൽ നിയമങ്ങൾ സർക്കാർ തലത്തിൽ നിന്ന് ഉണ്ടാകുമ്പോഴേക്കും അത് തീർച്ചയായിട്ടും ഗുണകരമല്ലാത്ത മാറ്റങ്ങളാണ് ഉണ്ടാകുക. അതുകൊണ്ട് സൊസൈറ്റിയിൽ ഡിസൈറബിൾ ചേഞ്ചസും ആ ഡിസൈറബിൾ ചേഞ്ചസിന് ഉടമകളായിട്ട് നിലനിൽക്കുന്ന സമൂഹത്തിലെ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രകോപനപരമായ ഇടപെടലൊന്നുമില്ലാതെ അവർക്ക് ഈ സർക്കാരിൻ്റെ ഇടപെടൽ ഡിസൈറബിൾ അവരുടെ ജീവിതത്തിലെ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കണം എന്നുള്ളതാണ്. So the concept of non-violent civil obedience, it secures central position in the Gandhian philosophy. ഇതിൻ്റെ പ്രഥമമായ ഒരു സ്ഥാനം ഗാന്ധിയൻ ഫിലോസഫിയിലാണ്. Gandhiji was greatly influenced by his predecessors like Tolstoy and ടോൾസ്റ്റോയ് ഇവരുടെയൊക്കെ സ്വാധീനം ഗാന്ധിജിയിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ്, സ്ട്രോങ് ആൻഡ് എക്സ്ട്രീം ഫോം ഓഫ് സത്യാഗ്രഹ. നമ്മൾ ഒരു കാര്യത്തിനോട് ഇഷ്ടക്കേട് വരുമ്പോഴേക്കും സത്യാഗ്രഹം നടത്തൂലേ, അതിൻ്റെ ഏറ്റവും പരമോന്നതമായ ഒരു ഫോമാണ്, ഒരു രൂപമാണ് സിവിൽ ഡിസൊബീഡിയൻസ്. സോ ഇൻ ഹിസ് ജേണൽ ഹരിജൻ ഹി കൺസീവ്ഡ് ഇറ്റ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വയലൻസ് ഓർ ആംഡ് റെബല്യൻ. ആയുധം ഉപയോഗിച്ച് പോരാടുക, അക്രമാസക്തമാവുക എന്നുള്ളതിന് പകരം ചെയ്യാവുന്ന ഒരു കാര്യമാണ് സിവിൽ ഡിസൊബീഡിയൻസ്. ഇറ്റ് ഈസ് നോൺ കൊയേഴ്സീവ് മെത്തേഡ് വിച്ച് എനി ലോ അബൈഡിങ് സിറ്റിസൺ ക്യാൻ അഡോപ്റ്റ്. നിയമത്തെ ബഹുമാനിക്കുന്ന, നിയമത്തെ ആദരിക്കുന്ന ഏതൊരു സമൂഹത്തിലെ പൗരനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബലപ്രയോഗമൊന്നുമില്ലാതെ ശാന്തമായിട്ട് ജനങ്ങൾക്ക് സർക്കാരിൻ്റെ നടപടിക്കെതിരെ പോരാടുവാനുള്ള ഒരു ആയുധം, അതാണ് സിവിൽ ഡിസൊബീഡിയൻസ്. ദസ് ഫോർ മഹാത്മാ ഗാന്ധി സിവിൽ ഡിസൊബീഡിയൻസ് which should be used as a last resort is a complete, effective and bloodless substitute of armed revolt. ആയുധം ഉപയോഗിച്ച് സർക്കാർ നയങ്ങൾക്കെതിരെ പോരാടുന്നതിന് പകരം രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കി വളരെ ശാന്തമായിട്ട് മറ്റുള്ളവർക്ക് ആർക്കും ദോഷം വരുത്താതെ അക്രമമൊന്നുമില്ലാതെ ഒരു എഫക്റ്റീവ് ബ്ലഡ്ലെസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് ആംഡ് റിവോൾട്ട് എന്നതാണ് യഥാർത്ഥത്തിൽ സിവിൽ ഡിസൊബീഡിയൻസ് എന്നതിനെക്കുറിച്ച് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത്. ദെൻ ജോൺ റോൾസ് ഡിസ്കഷൻ ഓൺ സിവിൽ ഡിസൊബീഡിയൻസ് ഇൻ ഹിസ് ബുക്ക് എ തിയറി ഓഫ് ജസ്റ്റിസ്. ഇതിൽ അദ്ദേഹം ജോൺ റോൾ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ ഹേർട്ട് ഓഫ് മോറൽ ബേസിസ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റോൾസിൻ്റെ കാഴ്ചപ്പാടിൽ സിവിൽ ഡിസൊബീഡിയൻസ് ഈസ് ആൻ അപ്പീൽ ടു ദ സെൻസ് ഓഫ് ജസ്റ്റിസ്. നീതിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അപ്പീലാണ് സിവിൽ ഡിസൊബീഡിയൻസ്. അതായത് അനീതിപരമായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ജനങ്ങളിലേക്കൊരു ഇടപെടലുണ്ടാകുമ്പോൾ, അത് നിയമം അടിച്ചേൽപ്പിക്കുമ്പോൾ അതിനെതിരെ പോരാടുന്നതാണ്, അതിനെ അനുസരിക്കാതിരിക്കുക എന്ന തരത്തിൽ. അപ്പോൾ മജോറിറ്റി ഇൻ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി, അപ്പോൾ ഇത്തരം ഒരു സൊസൈറ്റിയിൽ സെൻസ് ഓഫ് ജസ്റ്റിസ് എല്ലാവർക്കും ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു അപ്പീലാണ് സിവിൽ ഡിസൊബീഡിയൻസ് എന്നതാണ് റോൾസിൻ്റെ കാഴ്ചപ്പാട്. He explains that civil disobedience has a role only in a society where there is partial rather than strict compliance and principles of justice. അതായത് ഒരു പൗരസമൂഹം എന്നിടത്ത് ആ സമൂഹത്തിലെ എല്ലാവർക്കും ജസ്റ്റിസ് ലഭ്യമാകുന്നതിന് പകരം അവിടെ ചിലർക്കു മാത്രം ചില ആനുകൂല്യങ്ങളും ചിലരുടെ നേരെ ആനുകൂല്യങ്ങളൊന്നുമില്ലാതെ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള രീതിയിലുള്ള പോളിസി ഫോളോ ചെയ്യുമ്പോൾ ആ പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ് എന്നത് നേടിയെടുക്കുന്നതിന് വേണ്ടി പൊതുസമൂഹം അപ്ലൈ ചെയ്യുന്ന ഒരു ആയുധമാണ് സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയാവുന്നതാണ്. ഫോർ റോൾസ് സിവിൽ ഡിസൊബീഡിയൻസ് ഇൻവോൾവ്സ് എ ജഡ്ജ്മെൻറ്റ് നോട്ട് ബിറ്റ്വീൻ ജസ്റ്റ് ആൻഡ് അൺജസ്റ്റ് ലോസ്. നീതിപൂർവമായ നിയമവും നീതിയില്ലാത്ത നിയമവും തമ്മിൽ അവയ്ക്കിടയിൽ ഉൾപ്പെടുന്ന ഒരു ന്യായീകരണം എന്ന രീതിയിൽ മാത്രമല്ല, ബട്ട് ബിറ്റ്വീൻ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് അൺജസ്റ്റ് ലോസ്. ഇവിടെ നീതീകരിക്കാനാവാത്ത ചില നിയമങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ അത് പലതരത്തിലുണ്ട്. അവയ്ക്കിടയിലാണ് ഈ ഒരു പോരാട്ടം ഏതിലൂടെ സിവിൽ ഡിസൊബീഡിയൻസിലൂടെ നടത്തുക എന്ന് പറയാം. Because there are various other legal means in a democratic society
ടു രജിസ്റ്റർ വൺസ് ഡിസെൻറ്റ്. ഒരാളുടെ പ്രതിഷേധം, ഒരാളുടെ ഇഷ്ടക്കേട്, നിലവിൽ സാമൂഹ്യപരമായി ദോഷകരമായ എന്തെങ്കിലും ഒരു നിയമം സർക്കാർ തലത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ആ ഇഷ്ടക്കേട് ജനങ്ങൾ തുറന്നു കാണിക്കുന്നത് അതിനെ അനുസരിക്കാതിരിക്കുക, അത് സിവിൽ ഡിസൊബീഡിയൻസ് എന്ന ഒരു വെപ്പൺ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെതിരെ പ്രതിഷേധം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഹി സജസ്റ്റ് ദാറ്റ് സിവിൽ ഡിസൊബീഡിയൻസ് bears the burden of injustice. The civil disobedience is justified when a particular group, that is recurrently rather than occasionally, എപ്പോഴും ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ നേരെയാണ്, പ്രത്യേകിച്ച് പാർഷ്യലായിട്ട് അവരോട് പെരുമാറും. ചില ആൾക്കാരെ അതിൽ നിന്ന് ഒഴിവാക്കും, അവർക്ക് ചില ഗുണങ്ങൾ എല്ലാം പ്രൊവൈഡ് ചെയ്യും, എന്നാൽ മറ്റു ചിലരെ അതിലൊന്നും ഉൾപ്പെടുത്തില്ല. അപ്പോൾ നീതി എന്നത് പാർഷ്യലായി മാറുന്നു എന്ന് പൊതുസമൂഹം മനസ്സിലാക്കുമ്പോഴാണ് സിവിൽ ഡിസൊബീഡിയൻസ് ഒരു ആയുധമായിട്ട് അവർ പുറത്തെടുക്കുന്നത്. ദ കളേർഡ് കമ്മ്യൂണിറ്റി ഇൻ ദ സദേൺ സ്റ്റേറ്റ്സ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അപ് ടിൽ ദ സിവിൽ റൈറ്റ്സ് ലെജിസ്ലേഷൻ ഓഫ് 1960s ഇസ് ആൻ ഒബീവിയസ് എക്സാമ്പിൾ. അപ്പോൾ നമ്മുടെ അമേരിക്കയിലെ യുണൈറ്റഡ് സ്റ്റേറ്റിലെ കളേർഡ് കമ്മ്യൂണിറ്റി അവർ സിവിൽ റൈറ്റ്സ് ലെജിസ്ലേഷൻ 1960കളിൽ നടപ്പിലാക്കുന്നത് വരെ അവർ ഇത്തരത്തിലുള്ള ചില ഡിസൊബീഡിയൻസ് അവിടെ പ്രവർത്തനാത്മകമായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. സിവിൽ ഡിസൊബീഡിയൻസിന് ചില പ്രത്യേകതകളുണ്ട്. അതായത് ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് സെലക്റ്റീവ് ആൻഡ് പബ്ലിക് പെർഫോമൻസ് ഓഫ് ആക്ഷൻസ് that they is truly believed to be illegal for reasons which agents take to be morally compelling. അതായത് ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന നിയമത്തിൻ്റെ ഭാഗത്ത് നിലകൊള്ളുന്ന ഏജൻസി അവർ ധാർമ്മികമായി നമ്മളെ നിർബന്ധിക്കുന്ന ഒരു രീതിയിൽ വരുന്നു, പക്ഷെ നമുക്കതിനോട് താല്പര്യക്കുറവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇഷ്ടക്കേട് ഡിസൊബീഡിയൻസ് ആയിട്ട് പുറത്തു കൊണ്ടുവരുന്നത്. അപ്പം ചില പെക്കൂലിയർ ഫീച്ചേഴ്സ് ഉണ്ട് സിവിൽ ഡിസൊബീഡിയൻസ്. ആ പെക്കൂലിയർ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് നോൺ വയലൻസ്, അക്രമാസക്തമല്ല. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ നോൺ വയലൻറ്റ് ഇൻ ക്യാരക്ടർ. അതർ ഡെഫിനിഷൻസ് അലോ ആസ് ആൻ ആക്ട് ടു ബി ഇൻക്ലൂഡഡ് അണ്ടർ ദി ബാനർ ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ് ഇഫ് ഇറ്റ് ഇൻവോൾവ്സ് വയലൻസ് വിച്ച് വാസ് നോട്ട് ഇൻസ്റ്റിഗേറ്റഡ് ബൈ ദി പ്രൊട്ടസ്റ്റേഴ്സ് but by the opponents of the police or by solely against property. അപ്പോൾ ഇവിടെ ക്ലാസിക്കൽ ഐഡിയാസ് അനുസരിച്ച് പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി നോൺ വയലൻ്റ് ആണ്, റോൾസ് അതിൽപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വയലൻസ്, അക്രമം, വയലൻറ്റ് ആക്ട് ആസ് ഇൻകോമ്പറ്റബിൾ വിത്ത് സിവിൽ ഡിസൊബീഡിയൻസ്. അതായത് സിവിൽ ഡിസൊബീഡിയൻസ് പൊരുത്തപ്പെട്ട് പോകാത്തതൊന്നാണ് അക്രമം എന്ന് പറയുന്നത്. അപ്പോഴിത് നമ്മുടെ സമൂഹത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി വയലൻസ് ഉപയോഗിക്കുന്ന രീതിയോട് പൊരുത്തമില്ല. അദ്ദേഹത്തിൻ്റെ ഇൻ്റർഫിയറൻസ് സിവിൽ ലിബർട്ടീസുമായി ബന്ധപ്പെട്ട് അത് തീർച്ചയായിട്ടും നമ്മളുടെ പൗരസമൂഹത്തിന് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങളിലെ ചില നയങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കുക എന്ന രീതിയിൽ മാത്രമാണ് ഇതിനെ നിരാകരിക്കുന്നത്. ഓക്കെ, നിയമത്തെ നിരാകരിക്കലാണ് സിവിൽ ഡിസൊബീഡിയൻസ്. പിന്നെ കോൺഷ്യസ്നെസ്സസ്, എന്താ പറയുക, കോൺഷ്യൻഷ്യസ്നെസ്. So one of the most highlighted feature of civil disobedience is based on the foundation of sincerity, moral conviction of its practitioner. അപ്പോൾ ഇതിലെ സിൻസിയറിറ്റിയും ധാർമ്മികപരമായ ആ ഒരു ബോധ്യപ്പെടലും, ഇതാരാണോ ചെയ്യുന്നത് അവരെ ധാർമ്മികപരമായി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, ഇതാവശ്യമുള്ളതാണോ. അപ്പോൾ മഹാത്മാഗാന്ധി അവലംബിച്ചത് എന്താ? സത്യാഗ്രഹമാണ്. അതൊരു മോറൽ പ്യൂരിറ്റി ഉള്ളതാണ്. അതുപോലെ തന്നെ ട്രൂത്തിൽ ഇൻസിസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. അതുകൊണ്ട് അദ്ദേഹം അവലംബിച്ച സത്യാഗ്രഹ എന്നുള്ളതാണ് സെൻട്രൽ ടു ദ കൺസെപ്റ്റ്. അതേപോലെ തന്നെ റോൾസ് പറയുന്നത് എന്താ? സിവിൽ ഡിസൊബീഡിയൻസ് നീഡഡ് ഓൺലി വെൻ ദ പോലീസ് മേക്കേഴ്സ് ഹാവ് നോട്ട് റെസ്പെക്റ്റഡ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ്. അതായത് പോലീസ് മേക്കേഴ്സ് എന്ന് പറയുന്ന നിയമപാലകരാണ്. അപ്പോൾ ജസ്റ്റിസിൻ്റെ പ്രിൻസിപ്പിൾസിന് തടസ്സം നിൽക്കുന്നുവെന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമ്മളിവിടെ എതിർപ്പ് കാണിക്കുക. അപ്പോഴാണ് സിവിൽ ഡിസൊബീഡിയൻസ് ഉണ്ടാവുന്നത്. ദസ് കോൺഷ്യൻസ്, മൊറാലിറ്റി ആൻഡ് ജസ്റ്റിസ് are one of the most important aspect of civil disobedience. കോൺഷ്യസ്നെസ് ആണ് കേട്ടോ, സ്പെല്ലിങ്ങിൽ അവിടെ കൊടുത്തിരിക്കുന്നതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടത്. അടുത്തത് കമ്മ്യൂണിക്കേഷനാണ്. അതേപോലെ തന്നെ പ്രാക്ടീഷണേഴ്സ് ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ് ജനറലി ഹാവ് ബോത്ത് ഫോർവേഡ് ലുക്കിംഗ് ആൻഡ് ബാക്ക്വേഡ് ലുക്കിംഗ് എയിംസ്. മുന്നോട്ടുള്ളതും പുറകോട്ടുള്ളതുമായ അവിശാലമായ മനസ്കതയുള്ളതും അല്ലാത്തതുമായ ഒരുപാട് എയിംസ് ഈ പ്രാക്ടീസ് ചെയ്യുന്ന സിവിൽ ഡിസൊബീഡിയൻസിനെ പിന്തുണയ്ക്കുന്നവരുടെ ഇടയിലുണ്ടാകാം. They seek not only to convey their disavowal and condemnation of a certain law or policy, but also want to draw public attention and
ഡെർബി. അതായത് ഏതെങ്കിലും ഒരു കാര്യം സർക്കാർ തലത്തിൽ കൊണ്ടുവരുമ്പോൾ അതിനോട് എതിർപ്പ് കാണിക്കാൻ വേണ്ടി എന്ന രീതി മാത്രമായിരിക്കില്ല, പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി എന്ന രീതിയിൽ കൂടിയായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഈ ഒരു കാര്യത്തിൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പല രീതിയിലും ദാറ്റ് മേ വേരി. ലൈക്ക് ഇറ്റ് ക്യാൻ ബി ഇൻഡിവിജ്വൽ ഓർ കളക്റ്റീവ്. കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് ഒരാളാവാം, ഗ്രൂപ്പായിട്ടാവാം, ഓർ ഇറ്റ് മേ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് അറ്റ് ദ സെയിം ടൈം. So it can be cooperative or uncooperative with the authorities. So generally, civil disobedience is collective, but there are examples of individuals act of civil disobedience as well. എന്ന് പറഞ്ഞാൽ എന്താ? അതായത് സിവിൽ ഡിസൊബീഡിയൻസ്, നിയമത്തെ അംഗീകരിക്കാതിരിക്കുക, ലംഘിക്കുക, നിരാകരിക്കുക, ഇത് ചിലപ്പോൾ വ്യക്തിപരമാവാം, അല്ലെങ്കിൽ സംഘടിതമാവാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആരോടാണോ നമുക്ക് ഇഷ്ടക്കേടുള്ള അയാളോട് വ്യക്തി തന്നെ നേരിട്ട് ആശയവിനിമയം നടത്തുന്നതോ അങ്ങനെയൊക്കെ ആവാം. സോ സിവിൽ ഡിസൊബീഡിയൻസ് ദാറ്റ് മേ ബി ഡയറക്റ്റ് വെയർ ദ ലോ ബ്രോക്കൺ ഈസ് ദ ലോ പ്രൊട്ടസ്റ്റഡ്. അപ്പോൾ അങ്ങനെ പലതരത്തിൽ സിവിൽ ഡിസൊബീഡിയൻസ് നടത്താവുന്നതാണ്. പിന്നെ പറയുന്നത് പബ്ലിസിറ്റിയാണ്. അപ്പോൾ മാൻഡേറ്ററി ഫീച്ചറായിട്ട് കണ്ടീഷൻ എന്ന രീതിയിൽ റോൾസിൻ്റെ ഈ ഒരു കേസിൽ സിവിൽ ഡിസൊബീഡിയൻസുമായി ബന്ധപ്പെട്ട് പറയുന്നത് പബ്ലിസിറ്റി, ഇറ്റ് ഈസ് ആൻ ആക്ട് ടു ബി കൺസിഡേർഡ് ദാറ്റ് ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ്. ഹി അസെപ്റ്റ് ദാറ്റ് സിവിൽ ഡിസൊബീഡിയൻസ് ഈസ് എ കമ്മ്യൂണിക്കേറ്റീവ് ആക്ട് വെയർ ദ മജോറിറ്റി ഈസ് ബീയിങ് ഗിവൺ ഫെയർ നോട്ടീസ് ഓഫ് ആൻ അൺജസ്റ്റ് ലോ. അതായത് ഒരു അൺജസ്റ്റ് ആയിട്ടുള്ള നീതിപരമല്ലാത്ത ഒരു നിയമം ഇവിടെ കൊണ്ടുവരുമ്പോൾ മജോറിറ്റി ഓഫ് ദി പീപ്പിൾ അവർ സംഘടിച്ചിട്ട് ഈ അൺജസ്റ്റ് ലോയോ അത് ഇവിടെ പാടില്ല എന്ന രീതിയിൽ ഒരു നോട്ടീസ് നൽകാം. അതൊരു ആക്ഷനാണ്. അപ്പോൾ അത് പബ്ലിസിറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അപ്പീൽ നൽകുകയല്ല, നോട്ടീസ് നൽകാം. മജോറിറ്റി അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പീൽ നൽകുകയല്ല, മറിച്ച് നോട്ടീസ് നൽകി അവരെ അറിയിക്കുന്നു. അങ്ങനെ സിവിൽ ഡിസൊബീഡിയൻസ് ഈസ് വില്ലിംഗ് ടു അക്സെപ്റ്റ് ദ പെനാൽറ്റീസ് ഫോർ ലോ ബ്രേക്കിംഗ്. നിയമത്തെ ലംഘിക്കുന്നവർക്ക് വില്ലിംഗ് ടു അവരെ എന്ത് ചെയ്യുക, അത് ശരിക്കും അവർ അംഗീകരിക്കുകയാണ്. നിയമം ലംഘിക്കുന്നതിനോടനുബന്ധിച്ച് അവരെ ഇതിൻ്റെ സ്വീകാര്യത മനസ്സിലാക്കാൻ കൂടി സിവിൽ ഡിസൊബീഡിയൻസ് ഉപയോഗിക്കുന്നുണ്ട്. So the idea to make the audience uncomfortable with the thought that whether they really want to punish a moral individual for resisting a ഡ്രാക്കോണിയൻ ലോ. അതായത് വളരെ പരമ്പരാഗതമായിട്ട് ജനങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ, ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഒരു നിയമം സമൂഹത്തിൽ കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ നടത്തുന്ന ആ ഒരു പെരുമാറ്റം, അപ്പോഴാണ് സിവിൽ ഡിസൊബീഡിയൻസ് പുറത്തെടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ എന്താണ്, അതെല്ലാം ഏതാണ്ട് ഒരു ഡ്രാക്കോണിയൻ ലോ ആയിട്ടാണ് അതിനെ പറയുന്നത്. സോ ഇത്തരം സിസ്റ്റം എല്ലാം തന്നെ കൂടുതൽ ഇംപ്രൂവ്മെൻറ്റ് സൊസൈറ്റിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ നമുക്ക് പറയാം. ഇൻ ദിസ് സെൻസ് ദ സിവിൽ ഡിസൊബീഡിയൻസ് സീം ടു ഡെമോൺസ്ട്രേറ്റ് ദെയർ ഫെയ്ത്ത്ഫുൾനെസ് ടു ദി ഹയർ ലോ. ഓക്കെ, ദീസ് ആർ സം features. So features are related consciousness, communication, publicity, അതേപോലെ തന്നെ നോൺ വയലൻസ്. So in this session I try to provide the concept of civil disobedience and its features. So try to follow it. Then ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുവാനും കൂടി ശ്രദ്ധിക്കുക. Please subscribe and comment it. Okay, thank you.